നമസ്കാരം. കേരളത്തിലെ പോലീസ് സേനയെ കുറിച്ച് നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പോലീസുകാരുടെ ചില പ്രവർത്തികളും കാര്യങ്ങളും ഒക്കെ വിമർശിച്ചുകൊണ്ടും നമ്മൾ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ശതമാനം ആളുകളും നന്നായി അധ്വാനിക്കുന്നവരും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവരുമാണ് പോലീസ് സേനയിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. വളരെ കുറച്ച് ശതമാനം ക്രിമിനലുകൾ പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നത് പരസ്യമായ കാര്യമാണ്. കൃത്യമായ നടപടികൾ അവർക്കെതിരെ ഉണ്ടാകണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു പോലീസുകാരനെ യാദൃച്ഛികമായി കാണാനിടയായി. അദ്ദേഹം ട്രാഫിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സർവീസിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ ഒന്നും പേരുവിവരങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. ഈ ആളുകൾ വണ്ടികളൊക്കെ തന്നെ തോന്നിയിടത്തൊക്കെ കൊണ്ടുചെന്ന് ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. പിന്നെ അത് മാറ്റിക്കാൻ നടക്കണം. കാൽനട യാത്രക്കാർക്ക് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നു. അതുപോലെ വാഹന ഗതാഗതം താറുമാറാകുന്നു, ബ്ലോക്കുകൾ പതിവാകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം കൂടി അദ്ദേഹം പറഞ്ഞു. ഈ സുഹൃത്ത് ഏതാണ്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഡ്യൂട്ടിക്ക് വരുന്നത്. അപ്പം ഇദ്ദേഹം സമൂഹ മാധ്യമത്തിലൊക്കെ പ്രതികരിച്ചു. അതായത് അസോസിയേഷൻകാരോ മേലുദ്യോഗസ്ഥരോ ഒന്നും ഞാൻ എവിടെയെങ്കിലും രാത്രിയൊക്കെ വണ്ടി ഇടിച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ രാത്രി ഇത്രയും മണിക്കൂറുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴി എനിക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ ആരും എന്നെ തിരിഞ്ഞു നോക്കണ്ട എന്ന് കരുതി പ്രതിഷേധാർഹമായിട്ട് ഒരു പോസ്റ്റൊക്കെ അദ്ദേഹം ഇടുകയും ചെയ്തു. ഇത് ഒട്ടുമിക്ക പോലീസുകാരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 3.5 കോടി ജനങ്ങൾക്ക് ഏതാണ്ട് 40,000-50,000 പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു ഏകദേശ കണക്ക്. കൃത്യമായി കണക്കുകളുണ്ട് എന്നാലും. അപ്പം അത്രയും പോലീസുകാർ മതിയോ? അവർ ഡ്യൂട്ടി ചെയ്യുന്നു. 24 മണിക്കൂറും 72 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. സ്റ്റേഷനിലും ട്രാഫിക്കിലും മറ്റ് വിഭാഗങ്ങളിലുമായി ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ മാനസിക ആരോഗ്യം ഒക്കെ തന്നെ തീർച്ചയായിട്ടും താറുമാറായിട്ടുണ്ട്. പലരും പോലീസിൽ നിന്ന് രാജിവെച്ച് മറ്റ് ജോലികൾ തേടി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസുകാർ സമ്മർദ്ദം മൂലം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സബ് ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തതായുള്ള വാർത്ത കണ്ടു. അതുപോലെ ഏതാണ്ട് നിരവധി പോലീസുകാർ അപകടത്തിൽപ്പെട്ടതായും അപകടത്തിൽപ്പെട്ട് മരിച്ചതായുമുള്ള വാർത്തകളുണ്ട്. ഇതൊക്കെ തന്നെ ഈ ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അമിതമായ ജോലി സമ്മർദ്ദം, അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥർ ഇവരോടൊക്കെ വളരെ മോശമായിട്ടും അനുകമ്പയില്ലാതെയുമാണ് പെരുമാറുന്നത് എന്ന് വ്യാപകമായി സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതിയുണ്ട്. എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇവരെ ദൂരെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ ഇവർക്ക് സസ്പെൻഷൻ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇവർക്ക് ബ്ലാക്ക് മാർക്ക് ഇവരുടെ സർവീസ് റെക്കോർഡിൽ ഗുഡ് സർവീസ് എൻട്രിക്ക് പകരം ബാഡ് എൻട്രി കൊടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷാ നടപടികൾ, മേലുദ്യോഗസ്ഥർക്ക് പറ്റുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്കൊക്കെ തന്നെ ഇവരെ വിധേയരാക്കുന്നതായുമുള്ള പരാതികൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം വേണ്ടത് തന്നെയാണ്. നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ട നിയമപാലകരാണ് പോലീസുകാർ. അതും സാധാരണ പോലീസുകാരാണ് ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപെടുന്നത്. അതിനിടയ്ക്ക് ഇവർക്ക് കേസ് അന്വേഷണത്തിന് പോകണം. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അപകടമുണ്ടായാൽ അങ്ങോട്ട് ഓടിയെത്തണം. എന്തെങ്കിലും ദുരൂഹമായ കാര്യം ഉണ്ടായാൽ അതിന് പോകണം. സ്വന്തം നിലയ്ക്കുള്ള കേസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു പോലീസുകാരന് ചെയ്യാൻ പറ്റുന്നതിന്റെ പരിധി കവിഞ്ഞും ചെയ്യുന്നു. അതിന്റെ കൂടെ ട്രാൻസ്ഫറും ഒക്കെ വരുമ്പോൾ ദൂരെ യാത്രകൾ നടത്തേണ്ടി വരുന്നു. ചെറിയ കാര്യം മതി. ഇപ്പം 50 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് എന്റെ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ ട്രാഫിക് ഡ്യൂട്ടിക്കൊക്കെ വരുന്ന പോലീസുകാരുണ്ട് എന്നാണ് പറയുന്നത്. 50 കിലോമീറ്റർ, ദിവസം 100 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നു. അവർക്കൊക്കെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഈ കേരള പോലീസ് അസോസിയേഷനോ മേലുദ്യോഗസ്ഥരോ ഒക്കെ അവർക്കൊപ്പം ഉണ്ടാകുമോ എന്നുള്ള സംശയവും ചില ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം. സർവീസിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ ഒന്നും പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ തീർച്ചയായിട്ടും അവരാരും ആഗ്രഹിക്കുന്നില്ല. പിന്നീട് പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അതിന്റെ പേരിൽ അടുത്ത ശിക്ഷാ നടപടി, ട്രാൻസ്ഫറോ മറ്റ് പണിഷ്മെന്റുകളോ ഒക്കെ തന്നെ ഉണ്ടാകും എന്നും അവർ ഭയക്കുന്നു. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. കാലങ്ങളായി ഈ ഒരു വിഷയം നമ്മളും ചർച്ച ചെയ്യുന്നുണ്ട്. പോലീസുകാരുടെ ബുദ്ധിമുട്ട്. എന്റെ ധാരാളം സുഹൃത്തുക്കൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ കാലങ്ങളായി ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് പറ്റുന്നതിന് ഒക്കെ തന്നെ ഒരു പരിധിയുണ്ട്. അയാൾക്ക് കൊടുക്കേണ്ടത് പിന്തുണയാണ്. അവർക്ക് കൊടുക്കേണ്ടത് മനസ്സമാധാനമാണ്. കഴിയുന്നതും വർക്ക് പ്രഷർ കുറച്ച് അവരെ നന്നായി ജോലി ചെയ്യാൻ, അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുക്കേണ്ട, അതിന് അംഗീകാരം കൊടുക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം മേലുദ്യോഗസ്ഥർക്ക് ഉണ്ട്.
അത് തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥർ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അവരും പ്രതീക്ഷിക്കുന്നു. ഈ കിലോമീറ്ററുകളൊക്കെ യാത്ര ചെയ്ത് ഡ്യൂട്ടിക്ക് പോവുക, അവിടെ ചെന്നാലും പ്രഷർ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ ചീത്ത കേൾക്കേണ്ടി വരും. 5 മിനിറ്റ് താമസിച്ചു പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് ഡ്യൂട്ടിക്ക് എത്താനായിട്ട് 5 മിനിറ്റ് താമസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വഴക്ക് പറയും, അല്ലെങ്കിൽ ശമ്പളം കട്ട് ചെയ്യും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അത്രേ. എന്തൊക്കെയായാലും ശരി, ഇതിന് അടിയന്തരമായിട്ട് ഒരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെയും പരിശോധിച്ചതാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഞാൻ കൂടുതൽ ഓർത്തു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം 40-50 കിലോമീറ്റർ യാത്ര ചെയ്താണ് അത്രേ വരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ വേദനയും വിഷമവും ഒക്കെ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചപ്പോൾ തീർച്ചയായിട്ടും പോലീസുകാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. അത് കണക്കാക്കി കൂടിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, പോലീസുകാരും മനുഷ്യരാണ്, അവർക്കും കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനൊന്നും അവർക്ക് സമയം കിട്ടില്ല. അതിന്റെ കൂടെ ഈ ഒരു ജോലി സമ്മർദ്ദവും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പെട്ടുപോകും. ആത്മഹത്യയിലേക്കും ഒക്കെ തന്നെ പോയി പോകുന്നത്, അല്ലെങ്കിൽ ജോലി രാജിവെച്ച് സാധാരണ ജോലിക്ക് പോകുന്നതിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയാണ് പലപ്പോഴും. നമുക്കറിയാം. പരിഹരിക്കപ്പെടണം, ചർച്ച ചെയ്യപ്പെടണം. തീർച്ചയായിട്ടും പോലീസുകാരുടെ ആ മാനസികാവസ്ഥ, അവരുടെ ജോലി ഭാരം, അത് കണക്കാക്കി അവർക്ക് വേണ്ട പിന്തുണയും സഹായവും ഒക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ മേലുദ്യോഗസ്ഥരും വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥരും ഒക്കെ തന്നെ ബാധ്യസ്ഥരാണ്. കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് 24 മണിക്കൂർ ജോലി ചെയ്യുന്നത്.